ഹലോ, അങ്ങനെ ഒരുപാട് നാളത്തിന് ശേഷം ഒരു വീഡിയോ ചെയ്യുകയാണ്. കുറച്ച് ദിവസമല്ല, മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജോർജിയയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് പോയിട്ടുള്ളതിൻ്റെ ഒരു വ്ളോഗാണ് ഈ കാണിക്കുന്നത്. അബുദാബിയിൽ നിന്നും കുത്തൈസിയിലോട്ട് വിസ എയറിലാണ് നമ്മുടെ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. UAE റെസിഡൻസിന് വിസ ഓൺ അറൈവലാണ് അങ്ങോട്ടുള്ളത്. പിന്നെ നമ്മുടെ പാസ്പോർട്ട് വാലിഡിറ്റി 6 മന്ത് ഉണ്ടായിരിക്കണം. എമിറേറ്റ്സ് ഐഡി 6 മന്ത് ഉണ്ടായിരിക്കണം. അതിന് പുറമെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അവിടെ സ്റ്റേ, ഹോട്ടൽ, ഈ ഒരു ഫെസിലിറ്റി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ ബാഗ് പാക്ക് ചെയ്യുക, പോവാ. ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ booking.com എടുത്തത് ഒരു വീട്ടിൽ അവരുടെ ഒരു അപ്സ്റ്റെയർ ഇങ്ങനൊരു ഹോട്ടൽ സെറ്റപ്പിലാക്കിയിരിക്കുകയാണ്. നവംബർ ലാസ്റ്റ് വീക്കിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വൽ ഡേറ്റ് പറയുകയാണെങ്കിൽ ഇന്ന് നവംബർ 25. അത് നല്ല ഉറക്കമാണ്, നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ 3 ഡിഗ്രി 2 ഡിഗ്രി ഇതൊക്കെയാണ് കേട്ടോ. കുത്തൈസിയിൽ നല്ല തണുപ്പാണ്. കിച്ചൺ എംറ്റീസ് എല്ലാം ഉണ്ട്, പക്ഷേങ്കിൽ ഇപ്പോൾ കുക്ക് ചെയ്യാനുള്ള മൂടില്ല. സമയം രാത്രി 10 മണിയാണ് നമ്മളിവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. ഇവിടെ നിറയെ ക്രാൻബെറി പൂത്തുലഞ്ഞ് നിൽക്കുന്നു. പൂവല്ല, കായ്ച്ച് നിൽക്കുന്ന. ഇവിടെ ഇപ്പോൾ സമയം 9 മണി, നേരം വെളുത്തേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ദില്ല് ചോദിക്കുകയാണ്, ഇവരൊക്കെ എത്ര പ്രൊഡക്റ്റീവായിട്ടാണ് ജീവിക്കുന്നത്. വീട്ടുമുറ്റത്ത് തന്നെ ആപ്പിളും ക്രാൻബെറി, ഓറഞ്ച്, അവർക്ക് വേണ്ട കോഴി, എല്ലാ സംഭവങ്ങളും വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടല്ലോ. എന്താ നമ്മൾ ഇതുപോലെ ഒന്നും ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഉത്തരം മുട്ടിക്കുന്ന കുറച്ച് ഹാർഡ് വർക്ക് കൂടിയ ക്വസ്റ്റ്യൻസൊക്കെയാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്നത് കുറച്ച് ഉള്ളോട്ടാണെങ്കിലും അവിടെ നിന്ന് ജസ്റ്റ് 5 മിനിറ്റ്സ് താഴോട്ട് നടന്നാൽ തന്നെ ഈ മെയിൻ സിറ്റി ഒരു ഏരിയയിലോട്ട് എത്തും. മെയിൻ റോഡിൽ ഈ ഹൈവേയിൽ ഒരുപാട് ടാക്സീസ് എല്ലാം രാവിലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിലൊരു ടാക്സി പിടിച്ച് ഫസ്റ്റ് ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് പ്രൊമീത്തിയസ് കേവ്, കുമിസ്റ്റവി കേവ് എന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ പേരും സ്ഥലങ്ങളൊക്കെ പറയാൻ കുറച്ച് പാടാണ്. അതായത് കുത്തൈസിൽ നിന്ന് 20 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട്. കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയയാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു കുത്തൈസി കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമീത്തിയസ് കേവ് ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ്. വോൾക്കാനോ എറപ്റ്റ് ചെയ്തുണ്ടായിട്ടുള്ള കേവാണെന്നും അത് റീസെൻ്റ്ലി ഒരു സായിപ്പ് വന്ന് അയാൾ കാടും മലയൊക്കെ കയറിയപ്പോൾ കണ്ടെത്തിയതാണ്. ഈ നാട്ടുകാർ പോലും കണ്ടില്ല. ഫസ്റ്റ് കണ്ടത് ഒരു സഞ്ചാരിയാണെന്ന് ഓർക്കണം. ഇത് 2 കിലോമീറ്റർ നീളമുണ്ട് കേട്ടോ നടക്കാൻ. ഇതിനകത്ത് എത്തി ഈ ഗൈഡ് പറഞ്ഞു തന്നപ്പോഴാണ് കാര്യം മനസ്സിലായിട്ടുള്ളത്. ചില സമയത്ത് മഴ പെയ്യുമ്പോൾ ഇതിനകത്ത് ഫുൾ വെള്ളമായിട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊരു തണുപ്പുണ്ടല്ലോ, ഭയങ്കര തണുപ്പാണ്. മാത്രമല്ല ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ഭൂമിക്കുള്ളിൽ. അതായത് ഈ ഒരു സെൻറ്ററിൽ എത്താൻ കുറച്ച് താഴെ ഒരുപാട് സ്റ്റെപ്സ് ഇറങ്ങിയിട്ടാണ്, 100-200 സ്റ്റെപ്സ് ഇറങ്ങിയിട്ടാണ് താഴെ എത്തുന്നത്. പിന്നെ ഒരു കേവാണ്. ആ കേവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിൻ്റെ തണുപ്പും ആ വെള്ളവും പിന്നെ ഇവർ പ്രത്യേകം കൊടുത്തിട്ടുള്ള ലൈറ്റ്സ് എഫക്റ്റും എല്ലാം അടിപൊളിയായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ഷൂവൊക്കെ ഇട്ട് വരിക. ഫുൾ സ്ലിപ്പറി ആണ് ഈ കാണുന്ന ഫ്ലോർസ് എല്ലാം. പിന്നെ ചില ഭാഗത്ത് നന്നായിട്ട് സ്റ്റെപ്സ് കയറാനുണ്ട്, ഇനി കുനിഞ്ഞ് പോകാനൊക്കെ ഉണ്ട്. കണ്ടോ, നമ്മുടെ വോൾക്കാനോടെ ഉള്ളിലൊക്കെ കാണുന്ന ഈ വീഡിയോസിലൊക്കെ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ചെറുപ്പകാലത്ത് ഈ ഡിസ്കവറി ചാനലിലൊക്കെ കയറിയ ആളുകളൊക്കെ പോകുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അത് നേരിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു ഫീല് എനിക്ക് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവർക്കും. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇവിടെ. എല്ലാവരും അന്തം വിട്ട് ഈ ഒരു ലോകം കാണാൻ. നിങ്ങൾക്കത് ഈ ഒരു വീഡിയോയിൽ അത്ര ക്ലാരിറ്റിയിൽ കാണുന്നുണ്ടായിരിക്കില്ല, കാരണം അവിടെ ലൈറ്റ് വളരെ കുറവാണ്. ടോർച്ചൊക്കെ അടിക്കുന്നുണ്ട് ചില ഭാഗത്ത് അവരുടെ ആ ലൈറ്റ് നല്ലൊരു ബ്രൈറ്റ്നെസ് കുറവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വരുന്നൊരു ക്ലാരിറ്റി കുറവും എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ഒരിക്കലും നഷ്ടമല്ല. ഇറ്റ്സ് വർത്ത് ഇറ്റ്. 70 മില്യൺ ഇയേഴ്സ് വാട്ടറിനടിയിലായിരുന്ന ലൈം സ്റ്റാർസ് ആണ് ഈ കാണുന്നത്.
This cave is open for tourists in 2011. Inside we have three formations: stalactites, stalagmites, and stalagnates. When to grow from up down to the stalactites, when to grow from down up to the stalagmites, and stalactites and stalagmites connecting to the stalagnates. And here we have stalagnates. 1 centimeter needs 100 years to grow. This is the fifth hole of Colchida. സ്റ്റാലക്മൈറ്റ്സ് സ്റ്റാലക്ടൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഈ പാറയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കണ്ടോ, ഇതിങ്ങനെ താഴോട്ട് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. മില്യൺ ഇയേഴ്സ് എടുത്തിട്ടാണ് ഇതിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. Здесь прямо соединились уже, сталагнаты называется. Специалисты говорят, что чтобы образовался 1 сантиметр, нужно приблизительно 100 лет. ഇവർ വളരെ കുറച്ച് മാത്രമേ ഇംഗ്ലീഷിൽ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ ജോർജിയൻ ലാംഗ്വേജിലാണ്. വരുന്നതിന് മുമ്പ് ഗൂഗിളൊക്കെ എടുത്ത് പഠിച്ചതുകൊണ്ട് എന്താണ് ഇതിനകത്തുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, നടന്ന് നടന്ന് എമിയും ദില്ലും ഒക്കെ ഗൈഡിന് മുമ്പിലൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈഡിനും ഒപ്പം തന്നെയായിട്ട് അവർക്ക് ധൈര്യം വന്നു. ആദ്യം കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു, ഇതിനകത്ത് വലിയ ഡൈനോസറും കാണുമോ എന്നൊക്കെ ഒരു കുഴപ്പത്തിലായിരുന്നു അവർ. അങ്ങനെ കുറച്ച് ക്യൂരിയോസിറ്റി ഒക്കെ ഇട്ടാലല്ലേ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടുക. അങ്ങനെ കുറച്ച് തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാനി വീടാ ദിൽ നൈറ്റ് മേ
salt. Yellow color, this is a clay. And from here we have black color, this is a magnesium. От поверхности Земли мы сейчас спустились на 80 метров. Это означает, что это самое глубокое место в пещере. Наверху белый цвет – это соль и известняк, коричневый глина, и впереди справа начинается черный цвет – это марганец. മാഗ്നറ്റിക് റോക്ക് ഇവിടെ ഇവിടെ ഇപ്പോൾ ഓക്സിജൻ്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70% കുറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ 30% ഓക്സിജൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഏതായാലും ഇത് കഴിഞ്ഞു തോന്നുന്നു. ഇതാ ഈ ടനലിൻ്റെ പുറത്തിറങ്ങിയാൽ വെളിച്ചം കാണുമായിരിക്കും. നോക്കാം. ഉച്ചയ്ക്ക് 12:30 അതിനകത്ത് കയറിയതാണ്. ഇപ്പോൾ സമയം 1:35. കറക്റ്റ് 1 മണിക്കൂറാണ് ഇതിനകത്ത് എടുത്തത്. നല്ല ക്ഷീണമുണ്ട്, ഒരുപാട് നടന്നതാണ്. ഇനി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാം. This one? It's 5 plus. 4, 5? Yeah. This one? ഹേസൽനട്ട് ഒരു കപ്പ് ഹേസൽനട്ട് Allez, jo. പ്രസ് ചെയ്യാണ്. Very nice. Yeah. Wine, cha-cha, no? Wine, cha-cha. No. Oh, This is no sweet wine, yes, sweet wine. No or alcohol? sweet wine. alcohol, no, right? Alcohol about water, eh? No, Water. alcohol. Yeah, wine, alcohol. Water how much? 25? How much? ഇവിടുന്ന് ഒരു 3-4 ജ്യൂസ് അനാറ് ഓരോരുത്തരും കഴിച്ചു. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നിനി ലഞ്ചില്ല. ആ ഒരു അനാറിൽ തന്നെയാണ് ഇന്നത്തെ എനർജി. ഉറുമാമ്പഴം അല്ലേ. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. നമ്മുടെ അങ്കിള് ചാച്ച വൈനൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എവിടെ ചെന്നാലും വൈന് ഈ പറഞ്ഞ ചാച്ച കയ്യിലിങ്ങനെ തരും. ടേസ്റ്റ് നോക്കിക്കോളൂ, കുടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ നമ്മൾ കഴിക്കരുത്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹേസൽ നട്ട്സ്, അത് നമ്മൾ കുറച്ച് ഈ കടലൊക്കെ പൊതിയുന്ന പോലെ ഇവിടുന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അതിങ്ങനെ കഴിച്ചുകൊണ്ട് പോവാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശപ്പൊന്നും ആർക്കില്ല, ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതേ പോകുന്ന വഴിക്ക് ഇതാ കക്ക ഫ്രൂട്ട്. പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഫ്രൂട്ട്സ്, കക്ക ഫ്രൂട്ട്, ബ്ലൂബെറി, ബ്ലാക്ക് ബെറീസ്, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പറിച്ച് നമ്മുടെ പണ്ട് തെച്ചിക്കായും ചുള്ളിക്കായൊക്കെ പറിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ഇങ്ങനെ പറിച്ച് നടക്കാം. നോക്കിയത് അവിടെ ഒരു ഗ്രാൻഡ്മയുണ്ട്, പാവം. അതിൻ്റെ വീടാന്ന് തോന്നുന്നു അത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. ഇലകളൊന്നുമില്ല, എല്ലാം കൊഴിഞ്ഞ് ഈ കമ്പും ചുള്ളിയിലും മൊത്തം ഫ്രൂട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആപ്പിൾസ്, അതേപോലെ ഓറഞ്ച്, കക്ക ഫ്രൂട്ട്. ഈ വഴി മൊത്തം അങ്ങനെ ഫ്രൂട്ട്സുകൾ നിറഞ്ഞ് നിൽക്കുകയാണ്. പൊതു സ്ഥലത്തുകളിൽ നമുക്ക് കഴിക്കാം, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പാടില്ല. അങ്ങനെ അവിടെ നിന്നും മറ്റൊരു കാനിയോണിലോട്ടുള്ള വഴിയിലൂടെ കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം 3 മണി കഴിഞ്ഞു. 5 o'clock ആകുമ്പോഴേക്കും അവിടെ ക്ലോസ് ആവും. കുറച്ച് ഉള്ളോട്ടൊരു മൗണ്ടൻ ഒഴിഞ്ഞ ഏരിയയിലോട്ടാണ് പോകാനുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ പോകുന്ന ഈ റോഡ്സൊക്കെ കാണാൻ. മരങ്ങൾ ഇല കൊഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. തണുപ്പിന് തൊട്ട് മുമ്പായിട്ടുള്ളൊരവസ്ഥയാണെങ്കിലും ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ.
ഒരു ഞാൻ പറഞ്ഞല്ലോ മാക്സിമം ഉച്ചയ്ക്കൊക്കെ ഒരു 6 ഡിഗ്രി, ഈവനിങ് ആകുമ്പോഴേക്കും അത് 3 ഡിഗ്രി 2 ഡിഗ്രിയിലോട്ടെത്തും. അപ്പോൾ നമ്മൾ പോകുന്ന ഈ ലൊക്കേഷൻ്റെ പേര് മാച്ച്വിലി കാനിയോൺ. വേറെയും ഒരുപാട് പ്ലേസസ് കാണാനുണ്ട്, നല്ല ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടുത്തെ ലോക്കൽസിനോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ഏറ്റവും വേർത്താവുക, അതായത് ഹൈക്കിങ് അതുപോലെ തന്നെ മൗണ്ടൻ വ്യൂസ് വാലീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലത് ഈ മാച്ച്വിലി കാനിയോൺ ആണ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ നേരത്തെ ടൗണിൽ നിന്ന് എടുത്ത് വന്നിട്ടുള്ള സെയിം ടാക്സിയിലാണ് ഈ പ്രോമിത്തിയസ്. അവിടെ നമ്മുടെ ടാക്സിക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറയണം, അവിടെ അദ്ദേഹം വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ കൂടെ തന്നെയാണ് ഇങ്ങോട്ട് പോവുക. അല്ലാണ്ട് ഇങ്ങോട്ട് വേറെ പബ്ലിക് ട്രാൻസ്പോർട്ടോ അവിടെ ടാക്സി വന്ന് നിൽക്കുന്നൊന്നും കാണാൻ പറ്റുന്നില്ല. സമയം സൺസെറ്റിനോട് അടുക്കാറായി. വിൻ്റർ സീസൺ ആകുമ്പോഴങ്ങനെയാണല്ലോ പെട്ടെന്ന് സൺസെറ്റ് വരും. നോക്കൂ, ആകാശത്തിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇത് കുറച്ച് എൻ്റെ വക ഒരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ, അതിൻ്റെ ഒരു ഭംഗിക്ക് കൂടുതൽ ഭംഗിയിൽ കാണാൻ പറ്റുമല്ലോ. നല്ല ഭംഗിയാട്ടോ ഈ റോഡ് കാണാൻ. യാത്രകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഡെസ്റ്റിനേഷനേക്കാൾ കൂടുതൽ അങ്ങോട്ട് പോകുന്ന ഈ വഴികളാണ്. ശരിക്കുള്ള ദൂരം പറയുകയാണെങ്കിൽ കുത്തേസിയിൽ നിന്ന് 50 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. അതായത് നേരത്തെ പ്രോമിത്തിയസ് കേവിൽ നിന്ന് 30 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള യാത്ര. ഗജ്ഡിലി വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ സ്ഥലം പറഞ്ഞല്ലോ, വായിലൊന്നും കൊള്ളുന്നില്ല, അത്തരത്തിലുള്ള സ്ഥലങ്ങളാണെങ്കിലും ഇവിടുത്തെ വ്യൂ ബ്രെത്ത് ടേക്കിംഗ് വ്യൂസാണ്. അതാ ജ്യൂസ് പിടിച്ചില്ലേ, ജ്യൂസ് അതാട്ടോ. നമ്മളിപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. Ticket. Give you some. Okay, charge you buy. ഓക്കെ ഓക്കെ. അപ്പൊ ഇൻഫർമേഷൻ തന്ന ആളെ വണ്ടി എടുത്തില്ല. ശരി. അപ്പോൾ ഇവിടെ നിന്ന് മറ്റൊരു ടാക്സിയിൽ നമ്മൾ കയറി. അതായത് ഓഫ് റോഡ് ഡ്രൈവിംഗ് ആണ് അങ്ങോട്ടുള്ളത്. കുറച്ച് ഓഫ് റോഡ് പോയ ശേഷമാണ് അവിടെ എത്തുക. അവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. Was. Hayır, yapıyor aslında. Bir de zaman öyle ya, bir kahveye gidemedi ama. Hakkı işi gidiyor, bir çok rahat bir şimdi de böyle. Bakana nerede Allah peşim oyuncu da. റോഡൊക്കെടാ നിങ്ങളുടെ കയറ്റം കയറായിരിക്കൂലേ ഈ ചളിയില്? ഞാൻ തള്ളല്ലേ, ഞാൻ വൈറ്റ് ഡ്രസ്സില്. ആ JCB ചളി വരുന്നുണ്ടല്ലോ. ആ ഞാൻ പറഞ്ഞേ റെന്റ് എടുക്കാത്ത നന്നായി.
അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കടങ്ങാറാണ് സൈഡ്. ശ്രദ്ധിച്ചോ, ഇവിടെ ഇവരൊക്കെ ഓരോരുത്തർ ക്രോസ് ചെയ്യുമ്പോൾ സൈഡ് എടുക്കുമ്പോഴൊക്കെ വിഷയാണ് കൈ കൊണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. നമ്മളെ അത്രയും ഭയങ്കര. അതായത് ഇവിടെയുള്ള ഡ്രൈവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് കാണുമ്പോഴും മറ്റാളുകളുടെ ഡ്രൈവേഴ്സ് നല്ല ആരെ കാണുമ്പോഴും ഒന്ന് വിഷ് ചെയ്യും കൈ വീശിയിട്ട്. അതെനിക്കൊരു വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ഒരു ഡ്രൈവിങ്ങിന് നിങ്ങൾ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എത്തിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഡ്രൈവിങ് വളരെ അടിപൊളിയാണ്. നല്ല സീനറിയിലൂടെയുള്ള ഡ്രൈവിങ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് വരുമ്പോൾ റെൻ്റേ കാർ എടുക്കരുത്. ഇവിടുത്തെ കാറ് നമ്മൾ ടാക്സിക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. റെൻ്റേ കാർ എടുത്തു കഴിഞ്ഞാൽ മൊത്തം പണി കിട്ടും. നമ്മുടെ രണ്ട് ഡ്രൈവേഴ്സ് സീരിയസ് ആയിട്ട് എന്തോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് 7 വയസ്സിന് താഴെയുള്ള മക്കളെ അലോഡല്ല. അതുകൊണ്ട് ഞാൻ ദില്ലുട്ടന് മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ദില്ലിന് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. ഇതില്ല ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ ഇട്ടതില്ല. ഒരു കൊക്കയാണ് താഴെ. എൻ്റെ അമ്മേ. പിന്നെ ഈ ബ്രിഡ്ജിലൂടെ ദാ ഇങ്ങനെ കിലോമീറ്ററോളം നടക്കാനുണ്ട്. 3 കിലോമീറ്ററാണ് ലെങ്ത്. ഈ ഗ്രില്ലിന് ചാരിയിട്ടുള്ള മരക്കൊമ്പിലൊക്കെ ഒരു തരത്തിലുള്ള മോസസ് കാണുന്നുണ്ട്. പ്രത്യേക തരത്തിലുള്ള ഒരു ചെടിയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള പായലല്ല. എനിക്ക് ഇത്തരത്തിലുള്ള ചെടികളും പൂക്കളൊക്കെ കാണുമ്പോഴേ ഒന്ന് പറിച്ചെടുത്ത് വെക്കുന്നൊരു ഡ്രൈ ചെയ്തെടുത്തുക്കുന്നൊരു ശീലമുണ്ട്. അങ്ങനെ കളക്ട് ചെയ്താണ്. ഇതാ മോൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. മൊത്തം ബെറീസാണ്. ഈ ഫോറസ്റ്റ് മൊത്തം കാടല്ല, ബെറീസാണ്. ഇതില്ല എവിടെ പോയി കിടക്കുക. എന്തിനാ അതില്ല, അതിന് വെറുതെ വിട്ടേക്കടാ. അത് കഷ്ടപ്പെട്ട് ഇത്രയും കയറി വന്നതോ ഞാൻ തിരിച്ചു കൊണ്ടുപോകല്ലോ. നമ്മളിഷ്ടായി. അത് കാലിന്റെ ഇടയിൽ കുടുങ്ങിപ്പോവും. താഴെ അടിപൊളി വാട്ടർഫാൾ പോകുന്നുണ്ട്. ഒരു പാൽ നീല കളറിലുള്ളൊരു വാട്ടർഫാള്. പിന്നെ ഓട്ടം ലീവ്സിൻ്റെ ആ ഒരു മനോഹാരിത. മൊത്തം കളർഫുള്ളാണ് താഴ്വര. ഇത് കാണുമ്പോൾ എനിക്ക് പറയാൻ ഓർക്കുന്നത് നമ്മുടെ ചൈത്രം പറയുന്ന പോലെ, സുഹൃത്തുക്കളെ ഇത് തന്നെയാണ് ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന ആ താഴ്വര. അത്രയ്ക്കും ഭംഗിയുണ്ട്. ഗോൾഡൻ നിറത്തിൽ കാണുന്ന ഇലകൾ, മൗണ്ടെയിൻസ് എല്ലാം അടിപൊളിയാണ്. തണുത്ത കാറ്റും. എൻ്റെ ദില്ലു ഹാപ്പിയാണ്. അവനൊരു ക്യാറ്റിന് കിട്ടിയിട്ടുണ്ട്. നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ബ്രിഡ്ജാണത്.
ഇനി ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. ദൂരെ മഞ്ഞുമല കാണുന്നുണ്ട്. നമുക്ക് ആ വഴിക്കാണ് പോകാനുള്ളത്. Very good, thank you. Your name? India. Your name? Agadi. Thank you. You're from India. പോകുന്ന വഴിക്ക് നാട്ടുകാരൊക്കെ പറിച്ചു തരുന്നത് കേട്ടോ. കേക്ക ഫ്രൂട്ടൊക്കെ വണ്ടി സൈഡാക്കി ഞങ്ങൾ വിഷന്നപ്പോൾ കഴിച്ചതാണ്. ഇന്ന് ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ. അഗൈൻ ഫ്രൂട്ട്സ് തന്നെയാണ് ഗൈസ് കയറ്റുന്നത്. നെക്സ്റ്റ് ലൊക്കേഷനിലെത്തി. ഇതാ നമ്മുടെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന സെയിം വാട്ടർഫാൾ, അതിൻ്റെ താഴ്വരയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ്. ഇവിടെ ടൈം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഓടി കയറുകയാണ് ഞങ്ങൾ. അവിടെ ഉണ്ട് ബോട്ടിംഗ് മാറ്റൂലി കാനൽ. ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് സേഫ്റ്റിയിലാണ് ഇറങ്ങുന്നത്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് കാനിയനകത്ത് ബോട്ട് റൈഡിങ് ഞങ്ങൾ പോകുന്നത്. ഇതേ മറ്റേ ബോട്ടൊന്നല്ല കേട്ടോ, റിവർ റാഫ്റ്റിങ്ങിൻ്റെ ആ ഒരു സംഭവമാണത്. എയർ ഫില്ല് ചെയ്തിട്ടുള്ള ബോട്ട്. എൻ്റെ അമ്മേ. പിന്നെ ഒരു സൈഡ് വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഭാഗത്ത് കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ അപ്പുറം വലിയ വെള്ളച്ചാട്ടം കേട്ടോ. ഒഴുക്ക് ഇപ്പോൾ ഓക്കെയാണ്. വെള്ളം വരികയാണെങ്കിലേ മതി. മുമ്പിൽ കപ്പിത്താൻ ദില്ലാണ്, ബാക്കിലാണ് നമ്മുടെ ഒറിജിനൽ കപ്പിത്താൻ ഇരിക്കുന്നത്.
ഇപ്പൊ ചെന്ന് പോകാൻ അമ്പലത്തില് അത് തിരിക്കാണ് പോയെന്താന്ന് പറഞ്ഞു. അങ്ങനെ റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞ് ഇതാ നമ്മുടെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ലേസർ ഷോ ഒക്കെ വെച്ചിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയും അവസാനിക്കുകയാണ്. ഇനി തിരിച്ച് നമ്മുടെ പഴയ റൂമിലോട്ട് പോകണം. ഇതിലില്ല മോനെ. വെള്ളമില്ല മോനെ. റെഡ് കറന്റ് ഇത് നമ്മൾ രാവിലെ കണ്ടോ ഫ്രൂട്ടിൽ. റെഡ് കറന്റ് സ്റ്റിൽ വർക്കിംഗ് ആണ്. സമയം 11:45 രാത്രി. അതി മമ 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 സ്മൈൽ സ്മൈൽ. താങ്ക് യു താങ്ക് യു. എൻ്റെ ചിരി അടിപൊളിയാണെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. ഇവിടെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ പറ്റുന്നത് സ്ത്രീകളാണ് ജോലി ചെയ്യുന്നതും അതെല്ലാം ബിസിനസ് റൺ ചെയ്യുന്നതൊക്കെ സ്ത്രീകളാണ്. അതും പ്രായം ചെയ്യുന്ന സ്ത്രീകൾ. ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷവും ഇൻസ്പിറേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.